ആനകളെ ഇഷ്ടമല്ലാത്ത മനുഷ്യർ ഉണ്ടാകില്ല. ആനയുടെ തലയെടുപ്പും നടത്തവും എല്ലാം കാണാൻ ഭംഗിയാണ്. മനുഷ്യരെ പോലെ സാമൂഹിക ജീവിതം നയിക്കുന്നവരാണ് ആനകളെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആനകൾ സഞ്ചാരപ്രിയരുമാണ്. ലോകചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ ഏറ്റവും ദീർഘമായ ആനകളുടെ യാത്രയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? 1.25 വർഷമെടുത്ത് ഒരു കാട്ടാനക്കൂട്ടം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് തങ്ങളുടെ പഴയ ആവാസ വ്യവസ്ഥയിൽ തിരിച്ചെത്തിച്ചേർന്ന ആ മഹാപ്രയാണത്തിൻ്റെ കഥയാണിത്. വർഷം 2020. കോവിഡ് മഹാമാരിയും ലോക്ക്ഡൗണുമെല്ലാം ലോകത്തെ സ്തംഭിപ്പിച്ച കാലം. ഈ സമയത്താണ് ചൈനയിലെ സിഷങ്ബന്ന വന്യജീവി സങ്കേതത്തിൽ നിന്ന് 16 കാട്ടാനകളടങ്ങിയ സംഘം തങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത്. അത് ഒരു ചെറിയ യാത്രയായിരുന്നില്ല. ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിലൊന്ന് പിന്നീട് ഈ യാത്രയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തേണ്ടി വന്ന ക്രമീകരണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാകും. 2020 മാർച്ചിലാണ് സിഷങ്ബന്ന വന്യജീവി സങ്കേതത്തിൽ നിന്ന് 16 കാട്ടാനകളുടെ സംഘം യാത്ര തിരിച്ചത്. അതുവരെ സിഷങ്ബന്ന വനമേഖലയായിരുന്നു അവരുടെ വീടും സാമ്രാജ്യവും. പെട്ടെന്നൊരു ദിവസം ഈ കാട്ടാനക്കൂട്ടം പിരിഞ്ഞു പോകാതെ നടക്കാൻ ആരംഭിച്ചു. സിഷങ്ബന്നയിൽ നിന്ന് തൊട്ടടുത്തുള്ള പ്രദേശമായ പ്യൂയറിയിലെത്തിയപ്പോൾ കൂട്ടത്തിൽ 2 ആനകൾ സിഷങ്ബന്നയിലേക്കു തന്നെ തിരികെ പോയി. അതോടെ ആനകളുടെ എണ്ണം 13ആയി മാറി. കൊമ്പനാനകളും പിടിയാനകളും കുട്ടിയാനകളുമെല്ലാം ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. വേർപിരിഞ്ഞവരെക്കുറിച്ച് ചിന്തിക്കാനോ അവരുടെ പിന്നാലെ പോകാനോ ഈ 13 പേരും തയ്യാറായിരുന്നില്ല. കോവിഡിൻ്റെ ഉത്ഭവ മേഖലയെന്ന രീതിയിൽ അഭ്യൂഹങ്ങളുള്ള മോജിയാങ് പ്രദേശം ആയിരുന്നു ഇവരുടെ അടുത്ത ലക്ഷ്യസ്ഥാനം. ഈ പ്രദേശവും കടന്ന് മുന്നോട്ടു പോയ കാട്ടാനക്കൂട്ടം യൂക്സി, ഹോങ്കെ തുടങ്ങിയ പട്ടണങ്ങൾ പിന്നിട്ട് ചൈനീസ് പ്രവിശ്യയായ യുനാൻ്റെ തലസ്ഥാനമായ കുൻമിങ്ങിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ വരെ എത്തി. ഇതിനിടയിൽ ഒരാന കൂട്ടം തെറ്റിപ്പോയി. പുതുതായി ഒരാനക്കുട്ടി ജനിക്കുകയും ചെയ്തു. അങ്ങനെ ആകെ മൊത്തം 14 ആനകളുമായി വീണ്ടും സവാരി തുടർന്നു. കുറച്ചു നാൾ കഴിഞ്ഞതോടെ ഇവർ തിരികെയുള്ള യാത്ര തുടങ്ങി. കൂട്ടം തെറ്റിപ്പോയ ആന ഇടയ്ക്ക് അക്രമാസക്തനായതോടെ മയക്കുവെടി വെച്ച് സിഷങ്ബന്നയിൽ തിരിച്ചെത്തിച്ചു. 2020 ഡിസംബറോടെ ആനകളെല്ലാം ദീർഘയാത്ര മതിയാക്കി സിഷങ്ബന്നയിൽ തിരികെ എത്തി. 1.5 ലക്ഷം പേരെയാണ് ഈ ആനസവാരിക്ക് വേണ്ടി മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നതെന്ന് ചൈനീസ് സർക്കാർ വ്യക്തമാക്കുന്നു. സംഭവബഹുലമായിരുന്നു ആനയാത്ര. വഴിയരികിൽ കൃഷിയിടങ്ങളൊക്കെ നശിപ്പിച്ച് ഇവർ ഭക്ഷണം കണ്ടെത്തി. വീടുകളിൽ മുട്ടിവിളിച്ചു. കുളങ്ങളിലും ജലാശയങ്ങളിലുമൊക്കെ ഇറങ്ങി അടിച്ചു കുളിച്ചു. ചെളി വാരി എറിഞ്ഞു. 7 കോടി രൂപയുടെ കാർഷികവും അല്ലാത്തതുമായ നഷ്ടങ്ങൾ ഈ ആനസവാരി മൂലമുണ്ടായി. ചൈനയിലെ ഇൻഷുറൻസ് കമ്പനികൾക്ക് 4.5 കോടി രൂപയോളം നഷ്ടം ഈ ഒരൊറ്റ യാത്ര മൂലം അനുഭവിക്കേണ്ടി വന്നു. രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ആനകളുടെ യാത്ര സുരക്ഷിതമാക്കാൻ 25,000 പോലീസ് ഉദ്യോഗസ്ഥരെയും 1,500 വാഹനങ്ങളെയും ചൈനീസ് അധികൃതർക്ക് ഏർപ്പെടുത്തേണ്ടി വന്നു. ഇതിനുണ്ടായ നഷ്ടം വേറെ. ആനകൾക്കായി ഭക്ഷണമൊരുക്കാനും സർക്കാർ മുന്നിലുണ്ടായിരുന്നു. കരിമ്പും കടച്ചക്കയും മറ്റു പഴങ്ങളുമൊക്കെ ഇവർ പോയ വഴികളിൽ സർക്കാർ വിതറി. ആനകളെ നിരീക്ഷിക്കാനായി ഡ്രോണുകൾ തലങ്ങും വിലങ്ങും പറന്നു നടന്നു. ഇതെല്ലാം ലൈവ് സ്ട്രീമിൽ കാണാനായി ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകളാണ് കാത്തിരുന്നത്. കുൻമിങ്ങിനു സമീപം കൂട്ടമായി ആനകൾ കിടന്നുറങ്ങുന്ന ചിത്രവും കാനയിൽ വീണ കുട്ടിയാനയെ മുതിർന്നവർ രക്ഷിക്കുന്ന രംഗവും ഇടയ്ക്കു തളർന്നു വീണ ഒരു ചെറുപ്പക്കാരൻ ആനയ്ക്കായി കാത്തുനിന്ന് ചിഹ്നം വിളിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതുമൊക്കെ ആളുകളുടെ മനം കവർന്നു. എന്തിനായിരിക്കാം ആനകൾ ഈ യാത്ര ചെയ്തത് എന്നതിന് വ്യക്തമായ ഒരു ഉത്തരം ഇനിയും കൈവന്നിട്ടില്ല. പലരും പല കാരണങ്ങൾ പറഞ്ഞു. സിഷങ്ബന്നയിൽ പുൽമേടുകൾ നശിക്കുന്നത് മൂലം ഭക്ഷണം കുറവായതാകാം കാരണമെന്നായിരുന്നു ഒരു വാദം. എന്നാൽ അതല്ല, കൂട്ടത്തിലൊരാന യാത്ര തുടങ്ങിയതായിരിക്കാമെന്നും ബാക്കിയുള്ളവർ അയാളെ പിന്തുടർന്നതായിരിക്കാമെന്നതുമായിരുന്നു മറ്റൊരു വാദം. ഏതായാലും ഈ ആനസവാരിയുടെ യഥാർത്ഥ കാരണം ഇന്നും അറിയാവുന്നത് ഈ ആനകൾക്കു മാത്രമാണ്.